ചങ്ങായിമാർ നമ്മളെ പാലക്കാട് കരിഞ്ഞുപോയ അനുമമാരെ ശോഭാ സുരേന്ദ്രൻ ഇല്ലേ, ശോഭാ സുരേന്ദ്രൻ രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേലിലെ ബങ്കറിൽ നിന്നും അഖിലസേച്ചി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ സംഗിണി അഖിലസേച്ചി. ഈ അഖിലസേച്ചി ഉണ്ടല്ല കുറെ കാലമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് അവസാനം ഉണ്ടല്ല ഇസ്രായേലിന് ഈ അഖിലസേച്ചി തന്നെ മൊത്തം കരിച്ചു കളഞ്ഞു. ആ അഖിലസേച്ചിയാണ് പാലക്കാട് ജനങ്ങൾ മൊത്തത്തിൽ കരിച്ചു കളഞ്ഞ ശോഭാ സുരേന്ദ്രനെ ആ കരിക്കൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഈ അഖിലസേച്ചി ഉണ്ടല്ല ഇറാന്റെ മിസൈലും പിടിച്ചിട്ട് ബങ്കറിലിരുന്ന ഈ തള്ളുന്നു. ആ സമയത്തും ഇത്രമാത്രം പച്ചക്കള്ളം യാതൊരു ഉളുപ്പില്ലാണ്ട് തള്ളുന്ന കേൾക്കുന്നുണ്ടല്ല എനിക്കുണ്ടല്ല അതിശയം തോന്നുന്നു. എന്തായാലും കേരളക്കാരെ മൊത്തം കണ്ട കാശ് കൊടുത്ത് വോട്ട് പിടിക്കാനുള്ള ശോഭാ സുരേന്ദ്രന്റെ ആ ശ്രമം ഉണ്ടല്ല, ആ ശ്രമത്തെ ഒരു ഉളുപ്പും മാറില്ലാണ്ട് ആ ബങ്കറിൽ നിന്ന് ഈ അഖിലസേച്ചി ഉണ്ടല്ല ഈ അഖിലസേച്ചി വെളുപ്പിക്കാൻ നോക്കിയിരുന്നു. നമുക്കെന്താ ഈ സംഘിണി കരിഞ്ഞുപോയ നന്മമര ശോഭാ സുരേന്ദ്രനെ ഇസ്രായേലിലെ ബങ്കറിൽ നിന്ന് വെളുപ്പിക്കുന്നത് കുറച്ചായി കേട്ടിട്ട് വന്നാലോ. നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്ത് വോട്ട് കൈക്കലാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. ജിഹാദി തീവ്രവാദികളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് എന്ത് നാർത്തരവും കാണിക്കാമെന്ന് വീണ്ടും നാട്ടിലെ മാധ്യമങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടങ്ങ് സംഘിണി, കുറച്ചൊന്ന് അടങ്ങ്. കേരളത്തിലെ മാധ്യമങ്ങളില്ല എല്ലാ സമയവും സത്യം പുറത്തു പറയാൻ വേണ്ടി അച്ചാറും ഉപ്പിലിട്ട മാങ്ങിയും സാമ്പാറും ഒന്നും വാങ്ങാറില്ല. ചില സമയത്ത് അവരുണ്ടല്ല സത്യം ഒരു പേടിയില്ലാതെ തുറന്നു പറയാണ്ട്. അങ്ങനെ ഒരു സത്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് പുറത്തു വിട്ടത്. പിന്നെ വേറൊരു കാര്യം കൂടി, ഇതിന്റെ ശോഭാ സുരേന്ദ്രൻജി വോട്ടിന് വേണ്ടി കാശ് കൊടുത്തുള്ള വാർത്ത പുറത്തുവിട്ടത് മാധ്യമങ്ങളല്ല, അവിടുത്തെ പൊതുജനങ്ങളായിരുന്നു. പിന്നെ നീ പറഞ്ഞ് ശോഭേച്ചിനെ കുടിക്കത് ജിഹാദി തീവ്രവാദികളാണെന്ന്, ഈ കള്ളത്തരം കളിച്ചത് ജിഹാദി തീവ്രവാദികളാണെന്ന്. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന എല്ലാവരും നിനക്കിട്ടില്ല തീവ്രവാദികളും ജിഹാദികളാണോ? എന്നിട്ട് ഈ രാജ്യത്തെ നിയമം അനുസരിക്കാതെ വോട്ടിന് വേണ്ടി പൈസയൊക്കെ കൊടുക്കുന്ന സംഖ്യയിലുണ്ടല്ല അവര് നിനക്ക് രാജ്യസ്നേഹികളും. അങ്ങനെ നിനക്ക് തോന്നുന്നതിന്റെ കാരണം എന്താ പറയാ, നിന്റെ തലയിലുണ്ടല്ലോ വർദ്ധിത വീരത്തോടുകൂടി ചാണകില്ലേ, ആ ചാണകം നിറഞ്ഞിരിക്കുകയാണ് എന്റെ സംഖ്യ അഖിലസേച്ചി. പിന്നെ നീ അച്ചാറിന്റെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാട്ടാ. തൃശ്ശൂരിന്റെ ഒരു സംഘി നേതാവിന്റെ അച്ചാർ കമ്പനി ഇല്ലേ, അച്ചാർ കമ്പനിന്ന് 750 കിറ്റ് കിട്ടി. ആ കിറ്റ് എന്തിനാണെന്നറിയാം, വോട്ടർമാർക്ക് കൊടുക്കാൻ വേണ്ടി. BJPക്ക് വോട്ട് ചെയ്തെങ്കിൽ ആ വോട്ടർമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കിറ്റ് അച്ചാർ കമ്പനിയിൽ വെച്ചിട്ടുള്ളത്. നീ ഉണ്ടല്ല കരിഞ്ഞുപോയ നന്മമര ശോഭാ സുരേന്ദ്രനെ വെളുപ്പിച്ച് കഴിഞ്ഞിട്ടില്ല ആ അച്ചാർ കമ്പനിയിലെ ആ അച്ചാർ കമ്പനിയെ വെളുപ്പിക്കാൻ വേണ്ടി കൂടി അച്ചാരം വാങ്ങണം കേട്ടോ. ഇത് നമുക്ക് അഖിലസേച്ചി ബങ്കറിൽ ഇരുന്നുകൊണ്ട് അടുത്തതായിട്ട് എന്താണ് തള്ളുന്നത് കേട്ടിട്ട് വന്നാലോ. കോൺഗ്രസുകാരുടെ വ്യക്തമായ അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു സ്ത്രീയെ പൈസ കൊടുത്തിട്ട് ഒരു സാധുവായ അമ്മയുടെ അരികിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ വെച്ചിട്ട് അവർ വീഡിയോ എടുക്കുന്നു. പല എഡിറ്റഡ് ഭാഗമായിട്ടാണ് ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് അനുഭാവിയായ ഒരു സ്ത്രീ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സാധുവായ ഒരു അമ്മയ്ക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കുന്നു. എന്ത് വിരോധാഭാസമാണല്ലേ ഈ മാധ്യമങ്ങളൊക്കെ പടച്ചുവിടുന്നത്. കോൺഗ്രസിന് വ്യക്തമായ അജണ്ട ഉണ്ടായിരുന്നു. കാരണം അടുത്ത ഇലക്ഷന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിക്കാൻ സാധ്യത 100%. ആ 100% വിജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കാവുന്ന ഒരു സ്ത്രീ ശക്തിയായിട്ട് വളർന്നിരിക്കുന്ന ശോഭാ സുരേന്ദ്രനെ എന്ത് നാർത്തരവും കാണിച്ചിട്ട് വിജയിപ്പിക്കാതിരിക്കാനുള്ള കോൺഗ്രസുകാരുടെ വ്യക്തമായ പ്ലാനിങ്ങിന് ഇരയായിരിക്കുകയാണെന്ന് ശോഭാജി. എല്ലാം വന്ന ബുദ്ധി, നീ എന്ത് പൊട്ടത്തരാ പറയുന്നത്? സോറി, സംഖ്യയാണല്ലോ, പിന്നെ പൊട്ടത്തരല്ലേ വായിന്ന് വരൂ. ഇനി ഒരു കാര്യം ചെയ്യാം, നിന്റെയൊക്കെ ആഗ്രഹം പോലെ ഈ ഉഡായിപ്പ് കൊണ്ട് ശോഭാ സുരേന്ദ്രൻ പാലക്കാടിന് വിജയിച്ചെന്ന് വെക്ക്. ഇനി പോരട്ടെ BJPക്ക് ഒരൊറ്റ MLA ആകുമ്പോൾ ശോഭാ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയാവോ? അറിയാത്തോണ്ട് ചോദിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി വി വി രാജേഷായല്ല, അതുപോലെ പാലക്കാടിന്റെ മുഖ്യമന്ത്രി, പാലക്കാടിന്റെ മാത്രം മുഖ്യമന്ത്രി നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രനെ അങ്ങ് പൊക്കിക്കൊണ്ടിരിക്കും അല്ലെ? എന്ത് മന്ദബുദ്ധിയാണ് നീ. സംഖ്യയായ മാത്രമല്ലട്ടാ, ഇസ്രായേൽ പോയാലും ബുദ്ധി ഉണ്ടല്ല, ബുദ്ധി ഇല്ലാതായി പോന്ന് നീ തെളിയിച്ചു കളഞ്ഞു. പിന്നെ നീ ഇപ്പം പറഞ്ഞല്ല ആ വയസ്സായ അമ്മക്ക് പൈസ കൊടുത്തത് കോൺഗ്രസ്സുകാരിയാണെന്ന്. നീ ഉണ്ടല്ല ആ ഇസ്രായേലിലെ ബംഗറിൽ നിന്ന് പേടിച്ച് പറിച്ച് ഇരിക്കുന്നോണ്ട് ഇവിടെ നടക്കുന്ന വാർത്തകളൊന്നും അറിയുന്നില്ല കേട്ടാ. കാരണം ആ പൈസ കൊടുത്ത സ്ത്രീ ഉണ്ടല്ല, സിമി നമ്പ്യാർ എന്ന പേരുള്ള ആ സ്ത്രീ ഉണ്ടല്ല പക്കാ സംഘിനിയാണ്, പക്കാ BJPക്കാരി. അതായത് ശോഭാ സുരേന്ദ്രൻജിന്റെ കൂടിയും BJPയുടെ എല്ലാ നേതാക്കന്മാരുടെ ഒക്കെ കൂടെ നിൽക്കുന്ന സിമി നമ്പ്യാർ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ല കേരളത്തിൽ മൊത്തം പരസ്യമായി കഴിഞ്ഞു എന്റെ ഇസ്രായേലിലെ ബംഗറിൽ ഒളിച്ചിരിക്കുന്ന സംഘിനിയെ. നിനക്കണ്ട ഇറാന്റെ മിസൈലും പേടിച്ചിട്ട് ആ ബംഗറിൽ ഒളിച്ചിരിക്കുമ്പോൾ അതൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവൂല. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരിക്കൽ കൂടി പറട്ടെ, നീ ഇമാതിരി തള്ളുണ്ടല്ല ഇസ്രായേലിലെ ബംഗറിൽ നിന്ന് തള്ളിക്കഴിഞ്ഞാല് ഇറാന്റെ മിസൈൽ ഉണ്ടല്ല ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറാന്റെ മിസൈലിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ തള്ളുണ്ടല്ല, നിന്റെ തള്ളു കൊണ്ട് തന്നെ ഇസ്രായേൽ നശിച്ചു പോകും. പിന്നെ നീ പറഞ്ഞ ശോഭാ സുരേന്ദ്രനെ തോപ്പിക്കാൻ വേണ്ടി എല്ലാരും കൂടി അജണ്ട നടപ്പിലാക്കിയതാണ്. നിന്നോട് ഞാൻ പറട്ടെ, കഴിഞ്ഞ 9 തെരഞ്ഞെടുപ്പിലും ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ല നിന്റെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടല്ല ചെണ്ടയായിരുന്നു, നല്ല ആ ചെണ്ടയായിരുന്നു. നാട്ടുകാർ കൊട്ടി തോപ്പിക്കലായിരുന്നു പരിപാടി മൊത്തം. എന്നിട്ട് ഇപ്രാവശ്യം ഉണ്ടല്ല 10ാം
മൂന്നാമത്തെ പ്രാവശ്യം ആ ചെണ്ട ഉണ്ടല്ല പാലക്കാട് നിന്ന് പാലക്കാട് ജനങ്ങളും ആ ചെണ്ടേന നല്ല രീതിയിൽ കൊട്ടുന്ന് നമ്മൾ ശോഭാ സുരേന്ദ്രൻ അറിയാം. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ അജണ്ടയാണ് ഈ കണ്ട വോട്ടിന് വേണ്ടിയുള്ള കാശ് കൊടുക്കലുണ്ടല്ല ആ അജണ്ട. അതായത് പാലക്കാട് ജനങ്ങൾ ശോഭാ സുരേന്ദ്രന്റെ ചെണ്ടേന ഇപ്രാവശ്യവും പാലക്കാട് വെച്ച് നല്ലോണം കൊട്ടി തോപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രന് മനസ്സിലായി. അതുകൊണ്ട് ഉണ്ടാക്കി ഉഡായിപ്പാണ് ഈ വോട്ട് പിടിക്കാനുള്ള പൈസ കൊടുക്കല്. പിന്നെ നീ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ ആരൊക്കെയോ കൂടി നാറിക്കുന്നുണ്ടെന്ന്, അതിനൊന്നും ആവശ്യമില്ല. സ്വയം നാറി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനാ. ഇനി വേറെ ആര് പോയിട്ട് എങ്ങനെ നാട്ടിക്കാൻ വേണ്ടിയിട്ടാണ്? നമുക്കിനിയുണ്ടല്ലോ ഈ സംഗീണി ചേച്ചി അവസാനമായിട്ട് ആ ബങ്കറിൽ നിന്ന് പേടിച്ച് ഉറച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രന് വേണ്ടി തള്ളുന്ന അവസാനത്തെ തള്ളും കൂടി കേട്ടാലോ? അതിനെതിരെ നമ്മൾ എല്ലാവരും ശക്തമായി മുന്നിട്ടിറങ്ങണം. പ്രതികരിക്കേണ്ടത് ഓരോ മലയാളിയുടെയും ആവശ്യമാണ്. ഒരു സ്ത്രീയെയാണ് പബ്ലിക്കായിട്ട് അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിച്ചു കൊടുത്തുകൂടാ. ഒരു ഇലക്ഷൻ ആവുമ്പോൾ ജയവും തോൽവിയും അവിടെ സ്വാഭാവികമാണ്. ജയമായാലും പരാജയമായാലും അതിന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളാൻ ഓരോ വ്യക്തിയും ഓരോ പാർട്ടിയും തയ്യാറായിരിക്കണം. ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇത്രയും നെറികെട്ട വൃത്തികെട്ട രാഷ്ട്രീയ കളി കളിച്ച കോൺഗ്രസുകാരെ ജീവിതത്തിന്റെ ഒരു അറ്റത്തു നിന്നും മൂലത്തു നിന്നും തുടച്ചു നീക്കേണ്ടത് ഓരോ മലയാളികളും പ്രതിജ്ഞ എടുക്കേണ്ട കാര്യമാണ്. ഇനി UDF നമ്മളെ ഭരിക്കാൻ അനുവദിച്ചു കൊടുത്തുകൂടാ. ഈ ഒരു സമയത്ത് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നമ്മൾ വിജയിപ്പിക്കണമെന്നത് താഴ്മയായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ആവശ്യമാണ്. ഭാരത് മാതാ കി ജയ്. വോട്ടിന് വേണ്ടി കാശ് കൊടുത്ത് ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനവും കേരളത്തിന്റെ അഭിമാനമൊക്കെ നശിപ്പിച്ച ഒരു സ്ത്രീക്ക് വേണ്ടി നാണുമാനും ഉളുപ്പില്ലാണ്ട് വന്നിട്ട് സംസാരിച്ചിട്ട് ഇവളുണ്ടല്ലോ ലാസ്റ്റ് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത്. നിനക്ക് ഉളുപ്പില്ല അങ്ങനെ വിളിക്കാൻ വേണ്ടി ലേശ ഉളുപ്പ്? പിന്നെ നീ പറഞ്ഞിട്ട് ഒരു സ്ത്രീനെ അപമാനിച്ചു, നമ്മളൊക്കെ കൂടി ഒരു സ്ത്രീനെ അപമാനിച്ചു. ആ സ്ത്രീ ഉണ്ടല്ല, ആ സ്ത്രീ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനത്തെയും കേരളത്തിന്റെ അഭിമാനത്തെയാണ് അപമാനിച്ചിട്ടുള്ളത്. ആ സ്ത്രീ ഉണ്ടല്ല കാശ് കൊടുത്താൽ വോട്ട് ചെയ്യുന്ന പറഞ്ഞ് മലയാളിയുടെ കേരളത്തിന്റെ അഭിമാനത്തെയാണ് ഇല്ലാതാക്കി കളഞ്ഞത്. നീ ഇപ്പൊ പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ല ഒരു പാവം അമ്മയുടെ അഭിമാനത്തെ കൂടിയാണ് ഇല്ലാതാക്കി കളഞ്ഞത്. എന്നിട്ട് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും ഒരു അമ്മയെ അപമാനിച്ച ആ സ്ത്രീനെ കയ്യോടെ നാട്ടുകാർ പിടിക്കപ്പെട്ടപ്പോ ഉളുപ്പില്ലാണ്ട് ബംഗറിൽ നിന്ന് ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ഒരു സംഗിണി. നീ ഇമാതിരി വൃത്തികെട്ട ന്യായീകരണം ആ ബംഗറിൽ നിന്ന് തള്ളിക്കഴിഞ്ഞിട്ടില്ല. ആ ബംഗർ ഉണ്ടല്ല, ആ ബംഗർ തന്നെ പൊളിഞ്ഞ് താഴെ വീണു കേട്ടാ. അതുകൊണ്ട് അവിടെ കിടന്ന് തള്ളുന്ന നിന്നോട് ഞാൻ പറയട്ടെ, പാലക്കാട്ടെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നല്ലതേതാണ് മോശമേതാണ്, അവർക്ക് എന്താണ് വേണ്ടെന്ന് പാലക്കാട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് സ്വന്തം മകന്റെ പ്രായമുള്ള ഒരു പയ്യൻ ഇവരുടെ കള്ളത്തരം പിടിച്ചപ്പോ അത് മറക്കാൻ വേണ്ടി ആ പയ്യ അശ്ലീല ആംഗ്യം കാണിച്ചെന്ന് പറ്റി ആ പയ്യന്റെ അടുക്ക പോയിട്ട് ആ തെളിവുണ്ടല്ല, ആ മൊബൈലിലുള്ള തെളിവ് പിടിക്കാൻ വേണ്ടി ആക്രമിക്കാൻ നോക്കിയതും ആ പയ്യനോട് അടിച്ച് നിന്നെ കണ്ണ് മുറിക്കുന്നു പറഞ്ഞതും മലയാളികൾ മൊത്തം കണ്ടതാണ്, പാലക്കാട് ജനങ്ങൾ മൊത്തം കണ്ടതാണ്. അതുകൊണ്ട് നീ വെളുപ്പിക്കാൻ നോക്കുന്ന കരിഞ്ഞുടങ്ങിയ പാലക്കാട് നന്മമരം ശോഭാ സുരേന്ദ്രൻ ഉണ്ടല്ല, അതുണ്ടല്ല പാലക്കാട് ജനങ്ങൾ ഇനി നല്ലോണം ഉണക്കിക്കൊള്ളും, നല്ലോണം കരിച്ചുണക്കിക്കൊള്ളും. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി തൊട്ട് ലക്ഷങ്ങൾ മുടക്കി PR വർക്ക് ചെയ്തിട്ട് നന്മമരം കളിക്കായിരുന്നു നമ്മുടെ ശോഭാ സുരേന്ദ്രൻ. പക്ഷെ ഇന്നലെ ഒറ്റ സെക്കൻഡിൽ ശോഭാ സുരേന്ദ്രൻ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. തന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടപ്പോ എത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് ആ സ്ത്രീ സംസാരിച്ചത്, എത്രമാത്രം പേടിച്ചുകൊണ്ടാണ് ആ സ്ത്രീയുടെ ഓരോരോ ചാനലുകളിൽ നിന്ന് ബുദ്ധി വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ നിന്നെ പോലെ ബുദ്ധി എന്ന് പറഞ്ഞ സാധനമില്ലാത്ത തലയിൽ മൊത്തം ചാണകങ്കര ടീമുണ്ടല്ല, അതൊന്നും മനസ്സിലാവൂല. അപ്പൊ പാലക്കാടെ കരിഞ്ഞുപോയ നന്മവരെ ശോഭാ സുരേന്ദ്രനെ തോപ്പിക്കാൻ പോകുന്ന പാലക്കാട് എല്ലാ നല്ലവരായ ജനങ്ങൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.